എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദേ ഈ ബെഞ്ചിലിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ 4ാമത്തെ താമരയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ താമരയിലെല്ലാം സ്റ്റാൻഡിങ് ലീഫ് എല്ലാം വന്നിട്ടുണ്ട്. ഒരു താമരയിൽ 4 പൂ വിരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഞാൻ അന്ന് അടീനിയം നടുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ അടീനിയം എല്ലാം ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇതിൽ കുറേ അടീനിയത്തിനകത്ത് പൂവും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പറമ്പൊന്ന് കണ്ടാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഐശ്വര്യ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്കെടുത്ത് അയച്ചെന്ന വീഡിയോ ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലല്ലാതെ പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ലല്ലേ. അതങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്ക് എന്തായാലും നന്നായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ പറമ്പിൽ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഉള്ള സ്ഥലത്ത് ഞാൻ ചേമ്പും ചീനി അതേപോലെ തന്നെ ദേ ഈ കാണുന്ന കപ്പയുണ്ടോ, അത് എന്താണ് റെഡ് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പയാണ്. പിന്നെ അതേപോലെ ഇത് സാധാ കപ്പയാട്ടോ, ഈ കോലുപോലെ ഇങ്ങനെ പോയേക്കുന്നത്. പിന്നെ അതേപോലെ ആ ഉള്ള ഭാഗത്തെല്ലാം ഇങ്ങനെ വേസ്റ്റ് ആക്കാതെ ചേമ്പും അതേപോലെ ചേനയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചേന പക്ഷേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ഒരു കയ്യിലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ചൊറിയുന്നത് കൊണ്ടാട്ടോ. അതുമാത്രമല്ല ചേന പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ചേമ്പ് പുഴുങ്ങി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇളന്തപ്പഴമുണ്ട്. അപ്പം നമ്മുടെ തെങ്ങ് നട്ടിട്ട് കുറേ ഇപ്പോൾ 2 വർഷത്തോളമായി. പക്ഷേ അതിനകത്തൊക്കെ ഈ ഒരു ചെല്ലി കുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതായത് ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും വീഡിയോ അയച്ചു തന്നതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭാഗത്ത് നട്ടിരുന്ന പ്ലാവിനകത്ത് കുറേ ചക്കകൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കള്ളക്കളയാണോ എന്ന് അറിയത്തില്ല, അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു 7-10ഓളം ചക്ക അതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊഴിഞ്ഞു പോവാതിരിക്കുവാണെങ്കിൽ നമുക്കത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ദേ നമ്മൾ നേരത്തെ വളർത്തിയ കിളിയുടെ കൂടുകളാട്ടോ. അതൊക്കെ ആദ്യമേ ഉള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ദേ ഒരു പെൻസിൽ പോലെ ഒരു വാഴ പോയേക്കുന്നുണ്ടോ. ഈ വാഴയിൽ കൊലയുണ്ട്. ആ വാഴയ്ക്ക് ഒരു കഥയുണ്ട് കേട്ടോ. ആ കൊലയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കദളി വാഴയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഈ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നിരത്തി ഇങ്ങനെ വെക്കുന്ന സമയത്തിന് അപ്പുറത്തെ സൈഡിലായിരുന്നു ഈ വാഴ നട്ടിരുന്നത്. അപ്പോൾ JCB അതിലേക്കൂടെ പോവുകയും വരികയും എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ JCBക്കാരൻ പറഞ്ഞു ഈ വാഴ ഇത് കൊള്ളത്തില്ല, അങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന അവസാനത്തെ കദളി വാഴയുടെ തൈയായിരുന്നു കേട്ടോ. എനിക്കെന്തോ അത് കൊണ്ട് കളയാൻ തോന്നിയില്ല. ഞാനൊന്ന് കൊണ്ട് ചെന്ന് വെറുതെ അവിടെ ഒന്ന് ഇങ്ങനെ മണ്ണ് മാന്തിയിട്ട് ഒന്ന് കുഴിച്ച് വെച്ചതാണ്. പക്ഷേ ദേ ഇപ്പോൾ അതിനകത്ത് ഇതേപോലെ കൊലച്ച് ദേ കായൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിന് അത്തമിടാനുള്ള പൂവൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഓറഞ്ച് കളറിലെ പൂവ്, അത് ദേ ഇനി കഴിഞ്ഞു പോയി. മോളിങ്ങനെ വീഡിയോ എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചത് കൊണ്ട് അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോവുക. അതേപോലെ തന്നെ ദേ ചെമ്പരത്തിയൊക്കെ നമ്മുടെ വീട്ടിൽ നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം നിറയെ ചെമ്പരത്തിയും തെച്ചി താമര എല്ലാ പൂക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെടികളൊക്കെ ആയാലും പിന്നെ ഫ്രൂട്ടിൻ്റെയൊക്കെ തൈകളുണ്ടല്ലോ, അതൊക്കെ കിട്ടിയാലും ഞാനാണെങ്കിൽ കൊണ്ട് ചെന്ന് നട്ടുപിടിപ്പിച്ച് വെക്കും. പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ഒത്ത് ഇതേപോലെ ദേ പേരക്കയൊക്കെ റോഡ് സൈഡിലുള്ള വീടുകളിൽ കാണും കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കയറുന്ന വഴിക്ക് അവിടുന്ന് 1-2 പേരക്കയൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ അവർ കാണുമ്പോൾ വഴക്കൊക്കെ പറയും, എന്നാലും നമ്മൾ കുട്ടികളല്ലേ. അപ്പോൾ അന്ന് പേരയ്ക്ക, പുളി, അതേപോലെ മാങ്ങ, ഇങ്ങനെയുള്ള സാധനം. അതേപോലെ ഒരു സൈസ് വലിയ നാരങ്ങയുണ്ട്, പുളിയുള്ള നാരങ്ങ. ഈ കാണുന്ന എന്താണെന്ന് അറിയാമോ, ഞാവലിൻ്റെ ചെറുതാട്ടം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അന്ന് ഞങ്ങൾ പഠിച്ച സമയത്തൊന്നും ആദ്യമേ അന്ന് സ്കൂളിലെ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അപ്പോൾ അടുത്തൊക്കെ ഉള്ള വീടുകളിൽ പോയിട്ടായിരുന്നു പാത്രം കഴുകാനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന പുളിയും മാങ്ങയും നെല്ലിക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് പറിക്കുമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മക്കാലമല്ലേ. ഇത് കാണുന്നത് അമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്താണോ തോന്നുന്നത്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. ശരിയാണോന്ന് അറിഞ്ഞൂടാ കേട്ടോ, വരികളിലൊക്കെ മിസ്റ്റേക്ക് വരും, ക്ഷമിക്കണം. അപ്പോൾ ദേ ഞാൻ പറഞ്ഞ പ്ലാവിലെ ചക്കകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കുഞ്ഞു കുഞ്ഞു ചക്കകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീട്ടിലെയായാലും നമ്മുടെ ഇവിടുത്തെ ഒമാനിലെയായാലും എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കമൻ്റ് ഇടണം, കമൻ്റ് ഇടാൻ മറക്കരുത്.
ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമായത് ആ പ്ലാവിലെ ചക്ക കണ്ടപ്പോഴും. അതേപോലെ ദേ ഈ പൈനാപ്പിൾ കണ്ടോ, നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ മണ്ടഭാഗം കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചതായിട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു പൈനാപ്പിൾ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനാണെങ്കിൽ ഇതേപോലെ അന്ന് നിങ്ങളെ നടന്ന് കാണിച്ചിട്ടില്ലേ, എന്താണ് ഇതിൻ്റെ പേര്, മിൽക്ക് ഫ്രൂട്ട്. അപ്പോൾ അതിൽ 2 കാ ഇങ്ങനെ ഉണ്ട്. ചിലപ്പോൾ അത് കൊഴിഞ്ഞു പോവും, അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കൊക്കോ ഉണ്ടല്ലോ ഭയങ്കര ചോലയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതിൻ്റെ മണ്ടയെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞ് ഉണങ്ങി പോകുന്നെങ്കിൽ പോട്ടെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇല്ല, അത് നിറയെ വീണ്ടും തളിരിങ്ങനെ വന്നിട്ട് അതിനകത്ത് കായൊക്കെ ഇങ്ങനെ പിടിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ പണ്ടൊക്കെ ഇതേപോലെ സൈഡിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതായത് മാങ്ങയോ ഒക്കെ കൂട്ടുകാരോട് പോയിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയൊക്കെ ആവശ്യമുള്ളതെല്ലാം അവർക്ക് തന്നെ പറിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അവർക്ക് വേറൊരിടത്ത് വരുമ്പോൾ കൊതി കാണത്തില്ല. അതുകൊണ്ട് ഉള്ള പറമ്പിൽ കിട്ടുന്ന തൈകളെല്ലാം ഞാൻ മേടിച്ച് വെക്കാറുണ്ട്. ഈ കാണുന്ന ഓർക്കിഡ് ഉണ്ടല്ലോ, ഇപ്രാവശ്യം വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മാസം ആവുന്നതേ ഉള്ളൂ. 2 മാസത്തിന് മുമ്പേ വീട്ടിൽ നിന്ന് തൈകൾ പറിച്ച് മാറ്റി ചട്ടിയിൽ വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ അത് പൂക്കളായിട്ടുണ്ട്. ഇപ്പോൾ അത്തത്തിനിടാൻ ഇഷ്ടംപോലെ പൂക്കൾ വീട്ടിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും. ഇന്നലെ അത്തമൊക്കെ എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ചിത്രയാണ്, അത്തമൊക്കെ ഇട്ട് എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും